സമരോത്സവമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ ഇതിനൊക്കെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം ജനങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞേക്കും. റൈറ്റ്. ഒരു ജനകീയമായിട്ടുള്ളൊരു പോരാട്ടം ഇനി പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ ഉണ്ടാവുക, അതൊക്കെ എത്ര സാധ്യമാവുമെന്ന് നമുക്കറിയില്ലെങ്കിലും ശ്രീ ജയചന്ദ്രൻ, അവതാരങ്ങളെ സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രി നൽകിയത് ആദ്യഘട്ടം എത്തുമ്പോൾ. പക്ഷേ പിന്നീട് ഓരോരോ അവതാരങ്ങളായി അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നമ്മൾ കണ്ടു, പാർട്ടിക്കുള്ളിലും നമ്മളിപ്പോൾ കാണുന്നു ഈ പ്രമോദ് കുട്ടോളി പോലെയുള്ള അവതാരങ്ങളെ. ആ അവതാരങ്ങളെ സംരക്ഷിക്കാൻ പാർട്ടിക്ക് എന്ത് ഉത്തരവാദിത്വമാണുള്ളത്? ഇനി ഈ പാർട്ടി ഈ ഇരുമ്പ് മറയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. അങ്ങനെ വന്നാൽ പാർട്ടി ഉണ്ടാവും, ജനങ്ങൾ ഉണ്ടാവില്ല എന്ന നിരീക്ഷണം കൂടുതൽ ശക്തമാവില്ലേ? അത് സത്യമാവില്ലേ? ഇതിൽ ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീ NM പിയേഴ്സൺ പറഞ്ഞ ആ ഒരു നിലപാടുണ്ടല്ലോ, പിന്നെ ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടേതായ ജീർണത, അതിലനുഭവിക്കുന്ന ഒരു സങ്കടം, ധാർമ്മിക പ്രതിസന്ധി, പരിപൂർണമായിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ ആ നിലപാടിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് ഈ ചർച്ചയിൽ തന്നെ. അത് വളരെ സത്യസന്ധമായ ഒരു നിരീക്ഷണമാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു സംശയവുമില്ല. ഒരു വിയോജിപ്പ് മാത്രമാണ് അദ്ദേഹം പറഞ്ഞതിൽ. എനിക്ക് ഇത് അറിയാൻ വയ്യാത്തത്, ഞാൻ താഴെത്തട്ടിൽ ബന്ധമില്ലാത്തതുകൊണ്ടാണ് എന്നൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു കേട്ടു. എൻ്റെ സാർ, എനിക്ക് മേലെ തട്ടിലുള്ള നേതാക്കന്മാരായിട്ടാണ് ബന്ധമില്ലാത്തത്. ബന്ധം എന്നും താഴെത്തട്ടിലേ ഉണ്ടായിട്ടുള്ളൂ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ള ഏക കാര്യം. പറഞ്ഞത് പരിപൂർണമായിട്ട് ശ്രീ ജയചന്ദ്രൻ, അതുകൊണ്ടാണ് താങ്കൾക്ക് കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് സംഭവിച്ച മാറ്റം മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. താഴെത്തട്ടിലുള്ള പാവം കർഷകർക്ക് എന്തറിയാം ഈ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച്? അതൊക്കെ ചോദിക്കണമെങ്കിൽ മാഫിയ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. പാർട്ടിക്കുള്ളിലുള്ള നേരത്തെ റിജുൽ മാക്കുറ്റിയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ യുവജന സംഘടനകളിലൂടെയൊക്കെ വന്ന വലിയ ഹോട്ടൽ ചെയിനുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ സ്വന്തമാക്കിയ ഒരുപാട് പേര് കോഴിക്കോട് പാർട്ടിയിലെ നേതാക്കളുടെ സ്വാധീന വലയത്തിലാണ്, അല്ലെങ്കിൽ ഇവരുടെ സ്വാധീന വലയത്തിലാണ് ആ നേതാക്കൾ എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ തെളിയുന്ന ചിത്രം. താങ്കൾ ഇത് കേട്ടിട്ടുണ്ടാകുമല്ലോ ശ്രീ ജയചന്ദ്രൻ. അല്ല, ഞാനത് അതിനോടല്ലല്ലോ വിയോജിപ്പ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നതിനോട് അത് മുഴുവനും കൊള്ളസംഘമാണ്. റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കാതെ തന്നെ ഡോക്ടർ അരുൺകുമാർ മനസ്സിലാവും, എനിക്ക് മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും. ശരി, റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്തുന്ന എല്ലാവരും, അതിനോടാണ് വിയോജിപ്പ്. ആ വിയോജിപ്പ് എന്താണെന്നറിയോ, കോഴിക്കോട് കോർപ്പറേഷനകത്ത് ലക്ഷക്കണക്കിന് വരുന്ന വിലയുള്ള ഭൂമി 40,000 രൂപക്ക് സെന്റിന് തട്ടിയെടുത്ത സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ഇവിടെയുള്ള ആളുകൾ. അപ്പോൾ ഇത് മറച്ചു വിറ്റുകൊണ്ട് കോടികളാണ് ഇവരുടെ കയ്യിലേക്ക് എത്തുന്നത്. റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറഞ്ഞാൽ ഇതാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയ. അപ്പൊ സർക്കാർ ഉൾപ്പെടെ കോർപ്പറേഷനുള്ള സ്ഥലം ഈ രൂപത്തിലേക്ക് കൈകാര്യം ചെയ്യാൻ കോഴിക്കോട് CPM-നകത്ത് DYFI-ക്കകത്തും ഒരു വലിയ സംഘമുണ്ട് എന്നെ സംബന്ധിച്ച് തർക്കമില്ലാത്ത കാര്യമാണ്. പ്രതിയാക്കപ്പെട്ടവരെ എല്ലാ പാർട്ടിയിലും ഒക്കെ പെട്ടവരും ഉണ്ടേ. അപ്പോ ഈ അവതാരങ്ങളെയൊക്കെ എല്ലാവരും സൂക്ഷിക്കണം. അതെ, ഞാൻ പറഞ്ഞു വന്നത് ശ്രീ അരുണേ, ഇത്തരത്തിൽ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. ഈ നാടിനകത്തെ DGP ഉൾപ്പെടെ ഈ നാട്ടിനകത്തെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ പോകുന്ന ഒരു സ്ഥലം, അത് വെച്ചിട്ട് നിങ്ങൾ അളക്കേണ്ട ആവശ്യമില്ല. ഇത് അങ്ങനെയല്ലല്ലോ. ഇത് അധികാരത്തിന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്ന തീവട്ടിക്കൊള്ളയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവം വരുമ്പോൾ കട വിറ്റഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെക്കും. അതുപോലെ കേരളത്തിനകത്ത് ഇപ്പൊ വിറ്റഴിക്കൽ പരിപാടിയാണ്. കേരളം തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഇതാ ഇവർ വിറ്റഴിക്കുകയാണ്. ഇപ്പൊ DYFI-യുടെ നേതാവ് കാസർഗോഡ് ജില്ലയിൽ അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുമോ 50 ലക്ഷം രൂപയുടെ വീട്, 22 ലക്ഷം രൂപയുടെ കാറ്, ആകെ 1,22,00,000 രൂപ ഒരു DYFI നേതാവിനെതിരായി ഏരിയ കമ്മിറ്റിക്കകത്ത് വന്ന ചർച്ചയാണ്. അവിടെയുള്ള ബേക്കൽ ഇതും ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതിയുടെ കഥകളാണ് അവിടെയുള്ള DYFI നേതാവിനെ കുറിച്ച് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പൊ സ്വാഭാവികമായി ഇത് വരുന്നതൊക്കെ ആരാ? CPM-മായി ബന്ധപ്പെട്ട് DYFI-യുടെ ജില്ലാ സെക്രട്ടറി യുവനേതാവിന് മറ്റൊരു പണിയും ഇല്ലാതിരുന്നിട്ടും കാറിൽ സഞ്ചരിക്കുന്നതിനെ കുറിച്ചും ചർച്ചകളുണ്ട്. അതവിടെ നിൽക്കട്ടെ. എല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾക്ക് തങ്ങളുടേതായ സ്വാധീന വലയത്തിൽപ്പെട്ട അവതാരങ്ങളുണ്ട്. റിജിൽ മാക്കുറ്റി, അതിലേതെങ്കിലും ഒരു പാർട്ടി വിശുദ്ധമാണെന്ന് മാത്രം ബാധിക്കില്ലേ? CPM സംഘടനാപരമായ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. റിജിൽ, എല്ലാ പാർട്ടികളിലും ഈ പറയുന്ന അവതാരങ്ങളുടെ സ്വാധീന വലയത്തിലുള്ള നേതാക്കളുണ്ട്. അത് റിജിൽ നേരിട്ട് അറിയാവുന്ന കാര്യമല്ലേ? ഞങ്ങളെ ഏതെങ്കിലും ഒരു നേതാവ്, ഞാൻ അരുണോട് പറയാം, ശ്രീ അരുൺ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങളെ പാർട്ടിക്കകത്ത് ഏതെങ്കിലും നേതാക്കന്മാർ അവിഹിതമായി പണം അഴിമതി നടത്തി നിങ്ങളുടെ ഒരു MLA-ക്കെതിരെ ഇടുക്കിയിലെ ഭൂമി കൈയേറിയ ഒരു കേസുണ്ടല്ലോ റിജിൽ മാക്കുറ്റി. അന്വേഷിക്കട്ടെ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല.
റജിലെ, ഏതാണ്? റജിൽ മാക്കുറ്റി നിങ്ങളുടെ ഒരു തമാശ MLA ക്കെതിരെ ഒരു പറയരുത്. കേസ് ഇവിടെ ഉണ്ടല്ലോ, കേൾക്കാൻ ഇടുക്കിയിൽ. രാത്രി ഇരുന്ന് ചിരിക്കാൻ വയ്യ. അതുകൊണ്ടാ പ്ലീസ് നിങ്ങൾ ഇങ്ങനെ പറയരുത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ആത്മരതി കൊള്ളാം റജിൽ മാക്കുറ്റി, വേറെ ഒന്നുമില്ല. ഞാൻ പറയുന്നത് നിങ്ങളുടെ സംവിധാനം വെച്ച് അന്വേഷിച്ചോ? ആ MLA ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ആളുകൾ എങ്ങനെ അവിഹിതമായി പണം ഉണ്ടാക്കിയെന്ന് അന്വേഷിക്കൂ. ഞങ്ങൾക്ക് ഭയമില്ലല്ലോ. ഈ പോലീസിനെ നിയന്ത്രിക്കാൻ ഞങ്ങളൊന്നുമല്ലല്ലോ. ഞങ്ങൾക്ക് ED ഇല്ല, പിന്നെ CBI ഇല്ല, പോലീസ് ക്രൈംബ്രാഞ്ചും ഇല്ല, വിജിലൻസ് ഒന്നുമില്ലല്ലോ. അന്വേഷിക്കാൻ ഇവരുടെ കയ്യിലല്ലേ? നിങ്ങൾ അന്വേഷിച്ചാൽ ഞങ്ങൾ തുറന്ന പുസ്തകമാണ്. ഏതെങ്കിലും ഒരു നേതാവ് അവിഹിതമായി പണം പറ്റി എന്ന് കണ്ടെത്താൻ ഞങ്ങൾ വെല്ലുവിളിക്കുക. നിങ്ങൾ അന്വേഷിച്ചോ? CMRL കണക്ക് പുസ്തകത്തിലുള്ള പേരുകളൊക്കെ ഞാൻ ഇനിയും പറയണോ? അങ്ങനെയാണ് ഇവിടുത്തെ Debate with Arun Kumar.